ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നിരഞ്ജൻ. എൻ്റെ പേര് ആർച്ച്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് റെസ്ക്യൂ റോവർ എന്നൊരു പ്രൊജക്റ്റുമായിട്ടാണ്. ഇത് തീപിടുത്തം, മണ്ണിടിച്ചിൽ, പ്രളയം, കുഴൽക്കിണറുകൾ ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയ ഇവയെല്ലാം മനുഷ്യർക്ക് വലിയൊരു ഭീഷണിയായി വരികയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ രക്ഷാസേനകൾക്ക് ഇതിൽ നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു AI മൾട്ടി ടാസ്കിംഗ് റോബോട്ടിന്റെ മോഡലാണ് ഇത്. കരയിലും വെള്ളത്തിലും ആകാശത്തും ഒരുപോലെ സഞ്ചരിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ കഴിയുന്നു. മനുഷ്യർക്ക് പോകാനാകാത്ത ഇടങ്ങളിലും തീപിടുത്ത സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിലും പരുക്കൻ പ്രദേശങ്ങളിലൂടെയും ഒക്കെ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അപകടം എന്ന് സ്വയം കണ്ടുപിടിച്ച് അതിന്റെ ഉറവിടം സ്വയം തിരിച്ചറിഞ്ഞ് അതിനെന്താണോ ചെയ്യേണ്ടത് അത് സ്വയം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ മനുഷ്യർക്ക് നേരിട്ട് അപകടം ഏറ്റെടുക്കാതെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനം ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാവുകയാണ്. റോബോട്ടിന്റെ 360 ഡിഗ്രി റഡാറിലുള്ള AI ക്യാമറ വഴി തീയും പുകയും മനുഷ്യരെയും കണ്ടെത്തുകയും തീയിന്റെ ഉറവിടം കണ്ടെത്തി അവിടേക്ക് അതിശക്തമായ രീതിയിൽ വാട്ടർ സ്പ്രേ ചെയ്യുകയും വേഗത്തിൽ തീ അണയ്ക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും അവസരത്തിൽ ടാങ്കിലെ വെള്ളം തീരുകയോ അളവ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പുറത്തു നിന്നൊരു പൈപ്പ് കണക്ഷൻ വഴി തുടർച്ചയായ രീതിയിൽ വെള്ളം അതിശക്തമായ രീതിയിൽ സ്പ്രേ ചെയ്യാനും കഴിയുന്നു. കൂടാതെ ഇത് ഡ്രോൺ പോലെ ഉയരങ്ങളിലുള്ള ഫ്ലാറ്റുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ മനുഷ്യരെയും മൃഗങ്ങളെയും ക്യാമറ വഴി കണ്ടാൽ ചുറ്റിലും വെള്ളം സ്പ്രേ ചെയ്ത് അവർക്ക് സുരക്ഷിതമായൊരു വഴി ഒരുക്കുകയും ഇതിലൂടെ രക്ഷാപ്രവർത്തനം വേഗത്തിലും എളുപ്പത്തിലും ആവുകയും ചെയ്യുന്നു. മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ സംഭവിക്കുമ്പോൾ ഇത് പരുക്കൻ പ്രദേശങ്ങളിലൂടെയും കല്ലുകളുടെ മുകളിലെയും സഞ്ചരിക്കുന്ന സമയത്ത് 360 AI ക്യാമറയും മനുഷ്യ താപനില സെൻസർ യൂസ് ചെയ്തുകൊണ്ട് അവശിഷ്ടങ്ങൾക്ക് അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ടുപിടിച്ച് സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് സൈറൺ അല്ലെങ്കിൽ ബസർ മുഴക്കുകയും ചെയ്യുന്നു. ഇത് രക്ഷാപ്രവർത്തനം വേഗത്തിൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ രക്ഷാസേനയെ നയിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി ഇത് ഭാവിയിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. അതായത് 360 ഡിഗ്രി ക്യാമറ, തീപിടുത്തം, പുക, മനുഷ്യരെ കണ്ടെത്താനുള്ള ഫെസിലിറ്റി, ഹൈഡ്രോളിക് സിസ്റ്റം, വലുപ്പം ക്രമീകരിക്കുന്ന ലിഫ്റ്റിംഗ് പ്രവർത്തനം, ഡുവൽ വാട്ടർ ടാങ്കിങ് സിസ്റ്റം, F2 ലോഞ്ചർ, വയർലെസ് മോഡ്, AI മോഡ്, ബസർ, സൈറൺ മോഡ്, അതുപോലെ തന്നെ അലേർട്ട് സിസ്റ്റം, പിന്നെ ഫ്ലൂറസെന്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ആൻഡ് വെള്ളത്തിനടിയിലുള്ള കൃത്യമായ രീതിയിലുള്ള കാഴ്ചയ്ക്കും ഇത് സാധിക്കുന്നു. ഇത് കര, ആകാശം, ജലം എല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കുകയും രക്ഷാപ്രവർത്തകരെ നയിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക. കുറെ സെൻസറുകൾ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു AI ക്യാമറയാണ് ഇതിൽ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല ഉപയോഗങ്ങളും സാധിക്കുന്നതാണ്. ഒരേ റോബോട്ട് കൊണ്ട് പല ദുരന്തങ്ങളും കൈകാര്യം ചെയ്യാം എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. വെള്ളം അധികം വേസ്റ്റ് ചെയ്യാതെ കൃത്യമായി തീയുടെ ഉറവിടത്തിൽ തന്നെ സ്പ്രേ ചെയ്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലും കാര്യക്ഷമതയും ഇത് വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അപകടത്തിൽ കൂടുതൽ സുരക്ഷിതമാക്കാനും ദുരന്തങ്ങൾ നേരിടാനും നമുക്ക് കഴിയും. താങ്ക് യു.